ജപ്പാനിലെ ഒസാക്ക കാസിലെ പ്ലം ബ്ലോസം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇതിനകത്ത് കാണാൻ പോകുന്നത്. ഈ കാണുന്ന പൂവ് പ്ലം ബ്ലോസ് ആണ് കേട്ടോ. ഇനി എനിക്ക് തെറ്റിപ്പോയതാണോ ഇത് ചെറി ബ്ലോസ് ആണെന്നോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. പണ്ട് എനിക്കും അത് കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ചെറി ബ്ലോസം, അതായത് സാക്കുറ എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളും ഈ പ്ലം ബ്ലോസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് പിങ്കും ആണെന്നാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ കളർ വെച്ചൊന്നും ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാക്കുറ എന്ന് പറയുന്ന ഈ ചെറിയ ബ്ലോസത്തിന്റെ ഇതളുകളൊക്കെ ഒരു അറ്റത്തൊരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. ഞാൻ അതിന്റെ ഡിഫറൻസ് പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഈ കാണുന്നത് പ്ലം ബ്ലോസ് ആണ്. ഇതിന്റെ ഇതളുകളൊക്കെ റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നുണ്ടാവുക. ജപ്പാനിലാണെങ്കിൽ പ്ലം ബ്ലോസും പീച്ച് ബ്ലോസും ചെറി ബ്ലോസും എല്ലാം തന്നെയുണ്ട്. ഈ പൂക്കളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പൂക്കുന്ന ടൈപ്പും അതുപോലെ തന്നെ അവസാനം പൂക്കുന്ന ടൈപ്പും ഉണ്ട്. എല്ലാത്തിനകത്തും ഇങ്ങനെയുണ്ട്. അത് കാരണം നമുക്ക് ഇതിങ്ങനെ ഒരു സീസൺ വെച്ച് കണ്ടുപിടിക്കാനും പറ്റില്ല. ഇപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 24, 2024 ഞങ്ങൾ ഈ പ്ലം ബ്ലോസം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ സെയിം സമയത്ത് തന്നെ ജപ്പാന്റെ പല സ്ഥലങ്ങളിലും സാക്കുറ എന്ന് പറയുന്ന നമ്മുടെ ചെറി ബ്ലോസം പൂത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും. ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഈ വീഡിയോയ്ക്കകത്ത് സാക്കുറ എന്ന് പറയുന്ന ചെറി ബ്ലോസം ഇല്ല, ഓൺലി പ്ലം ബ്ലോസം മാത്രമാണുള്ളത്. ഒസാക്ക കാസിലിൽ ഒരു 1245 പ്ലം ട്രീസ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് 105 വെറൈറ്റീസ് ആണ് കേട്ടോ ഉള്ളത്. ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വൈറ്റ് കളറിലായിട്ടുള്ളതും ഡാർക്ക് കളറിൽ പിങ്ക് ആയിട്ടുള്ളതും യെല്ലോ കളറിലൊക്കെ ഇനി കാണുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം തന്നെ പ്ലം ബ്ലോസം ആണ്. ഒസാക്ക കാസിലെ ഈ പ്ലം തോട്ടത്തിൽ 105 വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ പല ഭാഗങ്ങളിലായിട്ടൊരു ബോർഡിനകത്ത് പിക്ചർ അടക്കം ഓരോ പ്ലമ്മിന്റെയും ഏതാണ് അതിന്റെ പേരെന്നും എത്രത്തോളം ഇതളുകളുണ്ട്, ഇപ്പൊ എത്രത്തോളം പൂത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കംപ്ലീറ്റ് സ്റ്റാറ്റസ് ഓരോ ബോർഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ബോർഡ് ഇതിന്റെ ലാസ്റ്റ് കാണിക്കാം. സാധാരണയായിട്ട് 5 ഇതളുകളായിരിക്കും ഒരു പ്ലം ബ്ലോസത്തിന് ഉണ്ടായിരിക്കുക. പക്ഷെ 6 ഉള്ളതും 7 ഉള്ളതും 9 ഉള്ളതും കുറേ ഉള്ളതും ഉണ്ട്. അത് ഈ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പലതും പല രീതിക്കാണുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ചാർട്ടിനകത്തുണ്ട്. വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ ആ ചാർട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഞാൻ ഈ പ്ലം ബ്ലോസം കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില മരങ്ങളിലൊക്കെ ഓരോ ടാഗ് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. മിക്ക മരങ്ങളിലും ഇങ്ങനെ ഒരു ടാഗ് തൂക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് പ്ലം ട്രീ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പേര് ജാപ്പനീസിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു. ഒരു 2 പേർക്ക് നടക്കാൻ പറ്റുന്ന അത്ര വീതിയുള്ളൂ ഈ വഴികൾക്ക്. ഇടയ്ക്കിടയ്ക്കായിട്ട് വഴികളാണ്. ചിലതൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്, ചിലതൊക്കെ പൂത്ത് കൊഴിയാനായിട്ടുണ്ട്. അപ്പൊ ഈ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നിടത്തൊക്കെ ആൾക്കാരുടെ ഭയങ്കര തിരക്കാണ് ഇതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മിക്ക സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ ഒസാക്ക കാസിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിന്റെ കുറച്ച് മുകളിലായിട്ടാണ് കാസിൽ ഇരിക്കുന്നത്. അപ്പൊ ഈ പൂക്കളുടെ ഇടയിലൂടെ നമുക്ക് കാസിലും കാണാൻ പറ്റും. പ്ലം ബ്ലോസത്തിന് ജാപ്പനീസിൽ ഉമ എന്നാണ് പറയുക. പീച്ച് ബ്ലോസത്തിന് മൊമോ എന്ന് പറയും. ചെറി ബ്ലോസത്തിന് സാക്കുറ എന്നാണ് പറയുന്നത്. പ്ലം ബ്ലോസം സാധാരണയായിട്ട് വൈറ്റ് മുതൽ ഒരു വിവിഡ് പിങ്ക് കളർ വരെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അതൊരു ജാനുവരി അവസാനം മുതൽ മാർച്ച് ഫസ്റ്റ് വരെയൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ ഇതിങ്ങനെ കാലാവസ്ഥ അനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അത് തന്നെ ഈ ജാനുവരി സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ബ്ലൂം ചെയ്യുന്ന നേരത്തെ പൂക്കുന്ന ടൈപ്പ് വെറൈറ്റീസ് അതായിരിക്കും നേരത്തെ പൂക്കുന്നുണ്ടായിരിക്കുക. മാർച്ച് ഒക്കെ വരുമ്പോഴേക്കും ലേറ്റ് ആയിട്ട് പൂക്കുന്ന വെറൈറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ മിക്ക സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. എല്ലാം കൂടെ ഒന്നിച്ച് പൂത്ത് നിൽക്കുന്നത് കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം ഈ തോട്ടത്തിൽ തന്നെ 105 വെറൈറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിനകത്ത് ഏതൊക്കെയാണ് ഇപ്പൊ പൂത്ത് നിൽക്കുന്നത് നമുക്ക് ആ ചാർട്ട് നോക്കിയിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതളുകൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലം ബ്ലോസത്തിന്റെ ഇതളുകൾ എപ്പോഴും റൗണ്ട് ഷേപ്പിലായിരിക്കും. പീച്ച് ബ്ലോസം എന്ന് പറയുമ്പോൾ അറ്റത്തൊരു കുനിപ്പുണ്ടായിരിക്കും ചെറുതായിട്ട്. ചെറി ബ്ലോസം എന്ന് പറയുമ്പോൾ അറ്റത്ത് ശരിക്കും ഒരു നടുക്ക് കീറിയ പോലെ എന്ന് പറയുന്ന ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇതളുകൾ നോക്കിയിട്ടും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക ഇതിന്റെ തണ്ട് നോക്കിയിട്ടാട്ടോ. ഇപ്പൊ ഈ കാണുന്ന പ്ലം ബ്ലോസം കണ്ടോ, ഇതിനകത്തൊരു തണ്ട് ഉണ്ടാവില്ല മരത്തിൽ. അതായത് ആ കൊമ്പിൽ ഇങ്ങനെ ഡയറക്റ്റ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും ഈ പൂക്കളും അതിന്റെ മുട്ടൊക്കെ ഉണ്ടായിരിക്കുക. മറ്റത് ചെറി ബ്ലോസം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ചെറുതായിട്ട് പച്ച കളറിൽ കുറച്ചൊരു നീളത്തിൽ ഒരു തണ്ട് ഇങ്ങനെ വന്നിട്ട് അതിനകത്തായിരിക്കും പൂവുണ്ടായിരിക്കുക. ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കാം. നേരെ നോക്കിയാൽ ഈ കാണുന്നതാണ് കേട്ടോ ഒസാക്ക കാസിൽ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ്. ഈ പൂക്കളുടെ ഇടയിലൂടെയൊക്കെ കാസിൽ ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഒരു തിരക്കായിരുന്നു അവിടെ.
എൻട്രൻസ് ഫീസ് ഒന്നും ഇല്ല കേട്ടോ അതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. കാസിലിനകത്ത് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസയുണ്ട്. കാസിലിനകത്ത് കാണാൻ വേണ്ടിയിട്ട്, അതല്ലാതെ അതിൻ്റെ ചുറ്റും നടന്ന് കാണാൻ വേണ്ടിയിട്ടോ ഈ പ്ലം ബ്ലോസം കാണാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇത് വിടരുന്ന സമയത്ത് നല്ല സ്മെല്ലാണ് കേട്ടോ. ഞങ്ങൾ പോയതൊരു ഉച്ച സമയത്തായിരുന്നു. പ്ലം ബ്ലോസം മാത്രമല്ല കേട്ടോ, സാക്കുറയും ഈ ഒസാക്ക കാസിലിൽ ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ വരുന്ന വഴിക്ക് കുറേ സാക്കുറ മരങ്ങളുണ്ട്. ഞാനതൊരു വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാസിലും കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ പ്ലം ബ്ലോസം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ കുറേ മരങ്ങൾ ഇങ്ങനെ വെറുതെ ചില്ല മാത്രമായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ. അത് ഏകദേശം ഒരു മാസം കൂടെ കഴിയുമ്പോഴേക്കും ഫുൾ സാക്കുറയായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒസാക്ക കാസിലിൻ്റെ പ്ലം തോട്ടത്തിന് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ. അതിനകത്ത് കറക്റ്റായിട്ട് ഏതൊക്കെ ചെടികളാണ്, ഏതൊക്കെ വെറൈറ്റീസ് ആണുള്ളത്, ഇപ്പോൾ എത്രത്തോളം പൂത്തിട്ടുണ്ട് എന്നൊക്കെ ലൈവായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം നമുക്ക് പോകാൻ ഈസിയാണ്. ഇപ്പോൾ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഒസാക്ക കാസിലിന് പല സ്ഥലത്തൂടെ വന്നിട്ട് നമുക്ക് കയറാൻ പറ്റും. പല വഴികളുണ്ട്, കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലം തോട്ടം കാണാൻ പോവുകയാണെങ്കിൽ എക്സാക്ട് അതിൻ്റെ ലൊക്കേഷൻ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ആ ലൊക്കേഷനും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പല വെറൈറ്റീസ് ഓഫ് പ്ലം ബ്ലോസം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ കാണുന്ന ചെടി നോക്കിക്കേ, ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ താഴത്തോട്ടാണ് ഇരിക്കുന്നത്, കണ്ടോ? ഇങ്ങനെ താഴത്തോട്ട് തൂങ്ങിക്കിടക്കുന്ന രീതിക്കാണ്. ഇങ്ങനെ ഈ താഴത്തോട്ട് തൂങ്ങിക്കിടക്കുന്ന മാത്രമുള്ള തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്, ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ ഇങ്ങനെ താഴത്തോട്ട് തൂങ്ങിക്കിടക്കുന്ന കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.